അപ്പോൾ ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളൊന്നൊരു കിടിക്കലി എഴുതുന്നിരിക്കുന്ന പഠനത്തിൽ വെച്ച് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് അഡ്വഞ്ചറിനാണ്. ഇതൊക്കെ കാണുന്നത് നമ്മളല്ലേ ഗോ എന്ന പേരിൽ ഹോസ്പിറ്റലിൽ ചേർന്ന് നമ്മുടെ വീഡിയോ അതിൻ്റെ പേരുണ്ടായിരുന്നു. ഇന്ന് നമ്മളിവിടെ നിന്ന് തുടങ്ങാണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർ നമ്മൾ ലാസ്റ്റ് അഡ്വഞ്ചറിൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇവിടെ ഉള്ളവന്മാരെല്ലാം അന്ന് തന്നെ തട്ടിയതാണ്. പിന്നെ റീസ്പോൺ ആയില്ല എന്നല്ല, പകരമായിട്ട് അവന്മാർ റീസ്പോണൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്നെ ഗെയിം ഡിലീറ്റ് ചെയ്ത് പിന്നെ ഇത് കയറ്റുമായിരുന്നു. എൻ്റെ തക്കാശി അത് ഇച്ചിരി ഹിറ്റാണ്. അത് നമ്മൾ എടുക്കുമായിരുന്നു. സാർ നമ്മുടെ AK-47 ഉണ്ടാവും, എല്ലാവരും നോക്കുന്നുണ്ടാവും. നോക്കുന്നുണ്ട് നമുക്ക് എസ്കേപ്പ് ആവണ്ടേ ഗീസ്. ഇവിടെ നിന്നാണ് നമുക്ക് എസ്കേപ്പ് ആവേണ്ടത് തന്നെ. എല്ലാം ഒന്നും കൊണ്ടിട്ടാണ് എസ്കേപ്പ്. ഇതേപോലത്തെ കഷ്ടപ്പാടിലുണ്ടാകാൻ പാടില്ല. നമ്മൾ ഫിക്ഷനെ കുറിച്ച് എഴുതിക്കുകയാണ് ഗീസ്. പക്ഷെ അങ്ങനെ ആലോചിക്കേണ്ടതെങ്കിൽ ഈ തോൽടിയൊക്കെ സമാധി പെട്ടെന്ന് ചാത്തിലിടും. ഫ്ലാഷുകളുണ്ട് ഷോട്ടിട്ട് നെഞ്ചിൻ്റെ ഭാഗം ചെടി വീണില്ലേ, പെട്ടെന്ന് ചാവും കണ്ടില്ലേ. നമുക്ക് ഓരോ ടൈമിലൊക്കെ കാണിച്ചു തരാം. ചെറുതൊക്കെ വർക്കാത്തില്ലടോ. ഫ്രിഡ്ജിൻ്റെ പറഞ്ഞ ചെടിയില്ലേ, പൊട്ടി തന്നെ ചത്തില്ലേ. അത് ട്രിക്കാണ്, മറ്റേ ബുള്ളറ്റിക്കുള്ള ട്രിക്കാണ്. പിന്നെ ഇപ്പോൾ കണ്ടുപിടിച്ച ട്രിക്ക് നെഞ്ച് തോക്കിട്ട് ചുമ തട്ടിപ്പോ. അതിനൊരു പ്രശ്നമില്ലേ, ചുമ ചുമ്മാ കട്ടിപ്പോകളും. ഇന്നലെ തന്നെ അതെല്ലാം റീലോഡ് ചെയ്തേക്കാം. പിന്നെ എപ്പോൾ അടി വരാൻ പറ്റുന്നു. ഇത് റെഡിയാണ്. നമ്മുടെ ഇവനോട് നമുക്ക് ലോഡ് ചെയ്തേക്കാം. അവിടെ AK ലോഡാവാത്തത് AK ലോഡായിട്ടുണ്ട്. അത് നമുക്ക് ഈ ഷോർട്ട് കട്ട് പിടിച്ചിട്ടുണ്ടോ AKയുടെ ഉണ്ട പെട്ടെന്ന് പോകും ഗീസ്. അതാണ് ഇഷ്ടമല്ലത്. മദർ നേച്ചർ അങ്ങനെയാണ് ഇതിനകത്ത് പറ്റുന്നത് ഗീസ്. അതപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി പോയിട്ടുണ്ടോ ഗീസ്. എന്ത് നടക്കും ജരാകാംക്ഷ എടുക്കാത്തിരിക്കുകയാണ് ഗൈസ്. നമ്മളേതോ കാട്ടി കയറിപ്പോയി ഗീസ്. എന്താണ് ഈ കാട്ടിനുള്ളിൽ അതിന് സോംബി ഉണ്ടോ ഗേസ്? തോക്കൊന്നും ഇല്ല ഗീസ്. തോക്കൊക്കെ എവിടെ പോയി? തോക്കൊക്കെ ഏതോ കാട്ടിപ്പോയി. എന്തായാലും നിമ്മണ്ടൊന്നും കാര്യമില്ലതേ. കാട്ടിൻ്റെ മുട്ടിലൂടെ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഓടാം, അല്ലാതെ വേറെ പണിയൊന്നുമില്ല. ഈ കാട്ടിലൊന്നും സാധനമൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. അവിടെ ഇതിൻ്റെ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. സോംബിയെ പോലെ അടുത്തതായിട്ട് കണ്ടിട്ടില്ല ഗൈസ്. നമ്മൾ ഒറ്റ സോംബി ഇത്തരമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത് ഗൈസ്. എല്ലാപ്പോഴേക്കല്ലേ ഇതുള്ള ഗെയിം പ്ലസ് ഇടാൻ പറ്റത്തുള്ളൂ. എന്നാലും ഗെയിമറാക്കി തന്നെയാണ്, ചെറിയ ഗെയിമറാണ്. എന്നാൽ പോലും സ്കൂളൊക്കെയുള്ളതുകൊണ്ട് നമ്മൾ വല്ലപ്പോഴും കിടത്തുള്ളൂ. കാരണം തന്നെ വല്ലപ്പോഴേ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മച്ചന്മാരാരും മറക്കാൻ പാടില്ല കേട്ടോ. ട്രെയിൻ വാസ് ഹെവി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഗൈസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഗൈസ്. നമുക്ക് എന്തെങ്കിലും നിന്ന് എസ്കേപ്പ് ആണ് കാട്ടിൻ്റെ മൂട്ടിന്ന്. ഇത് ഇവിടെ നിന്ന് എന്ത് വേണം വരും. അതിന് ഈ സോംബികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല. ഇതൊന്നും ചോദിച്ചേക്കരുത് ഈ ഗെയിമിൻ്റെ അത്. That's when I found a small cave. ഗൈസ് ഒരു കുഞ്ഞ് ഗുഹയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഹയിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് ഗായ്സ്. ഇത്തരം ഗുഹയിലൊന്നും നടക്കും. ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. ലൈറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനീത് എന്നെ മണ്ടയ്ക്ക് വീഴാതെ എന്തൊക്കെയാണ് എന്നിട്ടില്ല ഗേസ്. അവരില്ല ഈ കേൾക്കേവ് ഭയങ്കര മഴയുണ്ട്. അതും കൂടാതെ അവരെ തീരെടുത്താൻ തീരും. അപ്പം നല്ലതായിരിക്കും. ബട്ട് മേ ബി ഞാനെന്ത് ഞാൻ മതി. ഐ ക്യാൻ ബി ഹാപ്പി ബൈ മൈ സെൽഫ്. ഞാൻ സ്വയമേ സന്തോഷമായിട്ടിരുന്നോളാം. ഡു തിങ്സ് ഓൺ മൈ ഓൺ. പറയാണ്ട് ഈ ഒരു കുറച്ച് ഇൻസ്പിറേഷൻ കൂടെ ഉണ്ട്. ലൈഫ് ഓഫ് അഡ്വഞ്ചർ. അല്ലാതെ തന്നെ ഇങ്ങനെ ഞങ്ങളുടെ ലൈഫ് കളിക്കുന്നത്. ചുമ്മാ എന്ത് ചുമ്മാ പറഞ്ഞാൽ മതി.
ഇപ്പം നമ്മളില്ലേ മച്ചാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. മച്ചാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേസ്. പുതിയ സ്ഥലമാണ്. മാറിപ്പടാ. പുതിയ സ്ഥലമാണ് കേസ്. പുതിയ സ്ഥലം, പുതിയ എക്സ്പ്ലോറേഷൻ. എന്തൊക്കെ സ്ഥലമാണ് കേസ്, എനിക്കൊന്നും അറിയത്തില്ലോട്. നമ്മൾ അതിൻ്റെ തന്നെ കാണി കണ്ടിട്ടുണ്ട്. എൻ്റെ തലമുണ്ട അടിച്ചാൽ നമുക്ക് തുടങ്ങി. ഞാനൊക്കെ പൊന്നെ ഞാൻ പെട്ടുപോയാണ് കേസ്. ഇതിനകത്തൊരു പെട്ടിയുണ്ട്. ആ പെട്ടീൻ്റെ അടുത്ത് ചില മണ്ണുണ്ണികളുണ്ട് കേസ്, പക്ഷെ ഇവിടെ ഇല്ല. ഉള്ളപ്പോൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ വാച്ചയൊക്കെ ചെഷപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സുഹൃത്ത് മാറ്റുണ്ടെന്ന് അവൻ്റെ മൂട്ടിനെ പിടിച്ചിട്ടുണ്ട് കേസ്. ഷുക്കാമൻ അടിച്ചു പിടിച്ചിട്ടുണ്ട്. അടുക്കളയിൽ തുറക്കാൻ ഷുക്കാമൻ അടിച്ചിട്ടിരിക്കുന്നു. വേണ്ട, ഞാൻ അവിടെ പെട്ടെന്ന് ചാവും കേസാ. ടീ സീറ്റ് യൂസ് ചെയ്താൽ പറഞ്ഞല്ലേ കേസ്, ഈ സീറ്റ് ഭയങ്കര എളുപ്പമാണ് കൊല്ലാനൊക്കെ. അവൻ നമ്മൾ തട്ടിയിട്ടുണ്ട് കേസ്. നമ്മുടെ തോക്കിനുള്ള ഉണ്ടയാണ് കേസ്. ഈ തോന്നി കാലത്തിനോട് ഉണ്ടായിരിക്കും. തോക്കിൻ്റെ അടുത്ത് കാരണം കുറേ അത് പാട്ടിക്കെടുത്ത് കുറച്ചധികം ചാട പിടിച്ചവന്മാർ കാണുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പെട്ടെന്ന് വിചാരിച്ചില്ല. ഞാൻ ലെഗി തേച്ച് ഇവിടെ ഇല്ലെന്ന് വിചാരിച്ചു. ഈ തോന്നി ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷെ മഞ്ചിനകത്ത് കിട്ടിയാൽ നല്ല അടി കേട്ടോ അമ്മമാർ കിട്ടുന്നത്. ഇഞ്ചിൻ്റെ ഭാഗം നോക്കി പൊട്ടിച്ചാൽ അമ്മമാരെല്ലാം തട്ടിപ്പോവും. യെസ്, ഐ ഹാവ് ടു ഫൈൻഡ് മൈ വേ ത്രൂ ദിസ് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്കൊന്നും അറിയില്ല. നെഞ്ചിനൊന്നും കിട്ടിയ സിയൊക്കെ വിട്ട് വെച്ചോടിയൊക്കെ ഭയങ്കര പാടാണ്. കുറേ ഉണ്ടയും പോവും. ഇതൊക്കെ ഷോർട്ട് ഗണ്ണകത്തുണ്ട്. ഒറ്റ പൊട്ടിക്കാനുള്ള പണി കഴിഞ്ഞു. മെഡിക്കൽ വരുന്നുണ്ട് നന്നായി. 10-15 മിനിറ്റുള്ളിൽ കളിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നിർത്തും. തക്കാശിയുടെ ഗെയിമിലൊക്കെ വരുന്നുണ്ട് കേസ്. വഴിയെ നമുക്ക് ഇടാം. ഇവിടെ തീർക്കണം കേസ്. അതാണ് എൻ്റെ പരിപാടി. ലാസ്റ്റ് സീരിയസ് വെച്ചിരിക്കുന്നില്ല, തീർത്തതാണ്. ഈ ഗെയിമൊക്കെ തുടങ്ങാമല്ലോ. ഈ പഴയ വെച്ചിട്ടുണ്ടാലേ ചില പണി കിട്ടും. രണ്ടു ചില നോക്കണം. നമുക്ക് ഒറ്റ മതി. ചിലവന്മാർ ഒറ്റ പൊട്ടി തെറിയും. ചിലവന്മാർക്ക് 2 തന്നെ വേണം. ചുക്കാവണി അടിച്ചിട്ടുണ്ട്. ചുക്കാവണി ഇട്ടിരിക്കുന്നത് നോക്കിയാണ്, പക്ഷെ അത് പറ്റിയില്ല. ഇവിടെ ആളുണ്ട്. എൻ്റെ പിന്നെ ശേഖരപ്പെടുത്താനായിരുന്നു പൊട്ടി ചെയ്ത് തന്നെ അവനുണ്ട്. എൻ്റെ പിന്നെ പേടിച്ചെടുത്തതില്ല വെടിയൊക്കെ കേസിൽ ടോക്സിക് എന്നൊരു സിനിമയില്ലേ കേസ്, ഞാൻ ട്രെയിലർ ഒക്കെയല്ലോ കേസ്. നമുക്ക് അടുത്ത പറ്റിയ നമുക്കൊരു ട്രെയിലറില്ലേ കേസ്, ട്രെയിലർ റിയാക്ഷനൊക്കെ നമുക്ക് പറ്റിയെങ്കിൽ നോക്കാം. അതൊക്കെ ഇടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനത്തെയൊക്കെ ഇടണമെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഇഷ്ടമാണ്. വേണം എന്ന് പറയുന്നവർ നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് അപ്പം നിങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ ഒരു വീഡിയോയും മച്ചാൻ ഇടുന്നുണ്ടായിരിക്കും. മച്ചാൻ എല്ലാ ടീമിലും ഇടും കേസ്. എന്ത് ഗെയിമായാലും എന്തായാലും എല്ലാ ടൈപ്പ് ഇടും. നമ്മളെല്ലാ ടൈപ്പ് ഇടും. എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എന്നാണ് എൻ്റെ പോളിസി. ഇപ്പോൾ നമ്മളെല്ലാ ഗെയിംസിനോട് ഇത് 3GB റാമിൻ്റെ ഫോണാണ്. പിന്നെ അതിനകത്ത് കളിക്കാൻ പറ്റുന്ന നല്ല ലോ ഗ്രാഫിക്സ് അങ്ങനത്തെ ഗെയിംസൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറയാം. 3GB ഒതുങ്ങുന്നതാണ്. അങ്ങനത്തെ വല്ല ഗെയിം ഉണ്ട്, ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ട്. ആ ഗെയിം കളിച്ച് കാണിക്കാം. ചാടണം നമ്മുടെ ക്യാരക്ടറിന്. ആ നിൽക്കുന്ന നമ്മുടെ തലയിൽ പുളിയായിരുന്നു.
ഒന്നും ചെയ്യണ്ട ഗീസ്, നമ്മൾ വേണ്ട ഫോട്ടോ ഡെസ്റ്റും പോയാൽ മതി. ഗീസ് നമ്മൾ അപ്പുറത്തിട്ടുണ്ട് ഉണ്ടായിരുന്നതിൻ്റെ ചുക്കാമണി കുട്ടിക്കുണ്ടായിരുന്നു. ഇവനൊക്കെ തിന്മാർക്ക് തന്നെ താഴെ നിൽക്കുന്നു. ഇത് മണ്ടക്കേറാണ്. ഒറ്റ പൊട്ടിക്കില്ല, അവന്മാർ തീർന്നു. സാറ്റർഡേ ചത്തില്ലേ? ആ ഇവന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാർ നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കിയെടുക്കാം. പിന്നെ കൊല്ലാകളാണ് ഇവന്മാരെ. ഇല്ല ഈ സൈക്കച്ച് പൊട്ടൊന്നും കൊല്ലാൻ ലക്ഷ്യമില്ല. കുറേ പേരാണ് ഒറ്റ കുറേ മാർക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇന്നേരമുണ്ടല്ലേ ഗീസ് എല്ലാം റീലോഡ് ചെയ്യാം. ഗീസ് നമുക്ക് പോകുന്ന വഴിക്കെല്ലാം റീലോഡ് ചെയ്യണം ഗീസ്. എല്ലാം റീലോഡ് ചെയ്യണം. കണ്ടോ നമ്മൾ റീലോഡ് ചെയ്തിട്ടുണ്ട്. ചെല്ലുന്ന വെച്ചാൽ എപ്പോൾ വേണമല്ലോ അത് പൊട്ടിക്കൽ നമുക്ക് പ്രതീക്ഷിക്കാം. പൊട്ടിച്ച് കണ്ടിരിക്കുകയാണ് ഒരു രസം. ഇത്രയേ ഉള്ളൂ. ഇവനൊക്കെ എന്തുവാ തല പോയിട്ടുണ്ട് എന്തായാലും. ഇവനെ ഇവിടുത്തെ ചെടി നമ്മുടെ ആൾ ചത്തും ഇങ്ങോട്ട് ഗീസ്. ഞാൻ ഉള്ള കാര്യം പറയും. ഇവിടെന്നൊക്കെ ചെടി നമ്മുടെ ആൾ ചത്തു. ഒരു ഗ്യാപ്പൊക്കെ ഇടുന്നിരിക്കുന്നത്. എൻ്റെ പൊന്നോ ഗീസ് ഞാൻ പേടിച്ചു പോയി ഗീസ്. പേടിച്ചു പോയി. അവന്മാരൊക്കെ പൊട്ടിക്കുന്ന കണ്ടാണ്. അവന്മാരൊക്കെ എന്നോ ഗീസ് ഇവന്മാരൊക്കെ പല സീനാട്ടോ. ലൈഫ് ചെയ്യാൻ മറക്കരുത്. ഒരു കഥ ബുദ്ധിയാണ്. ഈ വലകയൊക്കെ പൊട്ടിച്ച് ദുഷ്ടന്മാർ നമുക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എന്നാൽ പോലും നമ്മളങ്ങനെ പെട്ടെന്നൊക്കെ വിട്ടുകൊടുക്കുക. ജെൻസി അവർ ജെൻസിയാന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇനി പറയുന്നത്? പറഞ്ഞ ഡയലോഗൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഗീസ്. എന്തായാലും ഇതിന് കുറച്ചുകൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും ഗീസ്. അതിന് നമുക്ക് എന്തെങ്കിലും കാണാൻ കിട്ടുന്നു. അവിടെ അവനെ പൊട്ടിച്ചിരിക്കുക. അവൻ ചത്തായിരുന്നു തന്നെ. അവൻ്റെ പണി നമ്മൾ അതിന് തീർത്തിട്ടുണ്ട്. ഒരുത്തൻ്റെ പണി നമ്മുടെ പോളത്തിൽ നിന്ന് കൈ കിട്ടുന്നവന്മാർ എല്ലാത്തിനും അങ്ങ് കൊല്ലണമെന്ന്. അതിനെതിരെ നിൽക്കുന്നവന്മാരെ എല്ലായിടത്തും നമ്മൾ കൊല്ലും. തല കുട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് വരുമ്പോഴത്തേനും വല്ലവനും കാണും. സൂക്ഷിച്ച് പോകണം. ഒരുത്തനെ ഞാൻ കണ്ടില്ല കേട്ടില്ല. അതാണ് ഇതിപ്പോൾ ഇവിടെ നിന്ന് പോയത്. എന്നാൽ പോലും നമ്മളെടുത്തല്ലേ കളി മാറി. നമ്മളടിച്ച് തകർക്കും. നമുക്ക് നമ്മളെന്ന് അറിയത്തില്ല. ശംഭൂണൻ്റെ കളികൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഗൈസ്. ശംഭൂണൻ്റെ കളികൾ തുടങ്ങാൻ പോകുന്നത് അടുത്തൊരു നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ ഗൈസ്. നല്ലൊരു സ്പോട്ടൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. പിന്നെ ആരും ഒന്നും നോക്കണ്ട. നമ്മുടെ മച്ചാനത്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടും നോക്കുന്നില്ല. സ്ട്രെയിറ്റ് കണ്ണി കണ്ട ഇടയിലൂടെ സോമ്പിക്കൊന്നും വലിഞ്ഞു കയറാൻ പറ്റതോ. എല്ലാവരും വലിഞ്ഞു കയറി അടിച്ചാൽ നമ്മൾ ഔട്ട് ഓഫ് ദ ടൗൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കേസ് അപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തുള്ളതിനുണ്ട് കേസ്. നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളുണ്ട് സി സ്ഥലത്ത് വെച്ചാണ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നത്. ഞാൻ അടുത്ത ഗെയിമിൽ നമുക്ക് ഇവിടെ വെച്ച് തുടങ്ങാം. ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താൽ ആരും മറക്കാൻ പാടില്ല. ഇത് കിട്ടില്ല എപ്പിസോഡായിരുന്നു. കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. എന്തായാലും ഇതിൻ്റെ അടുത്ത് സ്റ്റോറി കിടപ്പുണ്ട്. ഇഷ്ടമൊന്നും അറിയത്തില്ല. കുറച്ചൊക്കെ വലിപ്പമൊക്കെ ഉണ്ട് ഈ എപ്പിസോഡിനൊക്കെ. ഒരു കേസ് സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് സീ യു.